സിസിലി, ചേട്ടത്തിയമ്മ. The city is quiet to come to welcome. തമ്പിച്ചായനില്ലേ? മരിച്ചെങ്കിലല്ലേ ഫോട്ടോയിൽ മാലയിടേണ്ട ആവശ്യമുള്ളൂ. ഒരു കൊല്ലം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ. അദ്ദേഹം കോഴിക്കോട് പോയിരിക്കുക. ഏതദ്ദേഹം? തമ്പിച്ചേൻ. ബ്രാഞ്ചിൽ പോയതായിരിക്കും. വരട്ടെ, സൗകര്യം പോലെ വരട്ടെ. ആ പഴയ ജോലിക്കാരൻ അച്യുതൻ പോയോ? ഇയാളേതാ? എൻ്റെ പേര് ജോൺസൺ. ഞാൻ വന്നിട്ട് 5-6 മാസമേ ആയുള്ളൂ. എന്റെ മുറി ഒരു മാറ്റവും ഇല്ലാതെ അതേപടി സൂക്ഷിച്ചിട്ടുണ്ടല്ലോ തമ്പിച്ചായൻ. എനിക്കൊന്ന് കുളിക്കണം. പേടിക്കണ്ട, ഞാൻ പ്രേതഭൂതമൊന്നുമല്ല, രാജു തന്നെയാ. ഒരു വർഷത്തിനിടയ്ക്ക് പലതും സംഭവിച്ചു. അതിന്റെ വിശേഷങ്ങൾ ഏറെ പറയാനുണ്ട്. തമ്പിച്ചാനോട് വരട്ടെ, റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ജാക്കി എവിടെ? എന്റെ പെറ്റ് ഡോഗ്. എനിക്കറിയില്ല, ഞാൻ വരുമ്പോ ഇവിടെ ഉണ്ടായിരുന്നില്ല. വിറ്റ് കാണും. തമ്പിച്ചായന് പട്ടിന്ന് വെച്ച അലർജിയാ. ഞാനിതൊന്ന് ചേഞ്ച് ചെയ്യട്ടെ. രേണുവിന്റെ വീട്ടിൽ ആരും ഇല്ലെന്ന് തോന്നുന്നു. DSP സാറും മോളും കൂടി വേളാങ്കണ്ണിക്ക് പോവുകയാണെന്ന് പറഞ്ഞിരുന്നില്ലേ? വക്കീൽ സാറിനെ വിളിച്ചാലോ? ഫോൺ പിന്നെ ചെയ്യാം. ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്.
ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലേ? ഇതാണ് എന്റെ പെർമനന്റ് സീറ്റ്. എനിക്കിങ്ങനെ ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. തമ്പിച്ചാൻ എന്നെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലേ? ഹലോ, അതെ. ഒരു ഫോണുണ്ട്. ഫോൺ. ഹലോ, അതെ. ആ ആ ഞാൻ വരാം. അത് കുഴപ്പമൊന്നുമില്ല, ബാക്കി നേരിട്ട് പറയാം. വെക്കട്ടെ. ആ എന്റെ ഒരു സ്നേഹിതനാ. ഞാൻ രാവിലെ അവനെ കണ്ടിരുന്നു, വെറുതെ വിളിച്ചതാ. അപ്പോ ആളെ കണ്ടിട്ട് ഒരു വ്യത്യാസം തോന്നിയില്ലേ? വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. പിന്നെ ഞാൻ ഫോട്ടോയിലേ കണ്ടിട്ടുള്ളൂ. ആളിന്റെ സംസാരം എങ്ങനെയാ? വല്ല ഭീഷണിയോ ഗൗരവോ മറ്റോ? ഇല്ല, നോർമലാ. പിന്നെ രാജുവിന്റെ ശബ്ദം എനിക്കറിയില്ലല്ലോ. തമ്പിയെ വിവരം അറിയിച്ചോ? കിട്ടിയില്ല. ലൈറ്റ്നിങ് കോൾ ബുക്ക് ചെയ്തിട്ട് പോലും കിട്ടിയില്ല. വക്കീൽ സാർ എവിടെ പോയതാ? കൊല്ലത്തൊരു കമ്മീഷനുണ്ട്, അതുകൊണ്ട് അതിരാവിലെ പോയി. വൈകിട്ടെത്തും. ചെറിയാൻ സാർ വേളാങ്കണ്ണിക്ക് പോയിരിക്കാണല്ലേ? ബൈക്കുമായി അയാൾ എവിടെ പോയതാ? അറിയില്ല. ആ, അയാൾ പോകാൻ തുടങ്ങിയപ്പോ പറഞ്ഞു വെച്ചോലെ ഒരു ഫോൺ വന്നു. ആരുടെ? ഒരു കൂട്ടുകാരന്റെ ആണെന്നാ പറഞ്ഞത്. എന്താ സംസാരിച്ചത്? ഞാൻ വ്യക്തമായി ഒന്നും കേട്ടില്ല. രാജുവിന് ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡൈനിങ് ടേബിളിൽ പ്രത്യേക സ്ഥലത്തേ ഇരിക്കൂ, അങ്ങനെ വല്ലതും. ആ ഉണ്ട്. ഡൈനിങ് ടേബിളിന്റെ ചുവരിനോട് ചേർന്നുള്ള ഒറ്റ കസേരയിലേ ഇരിക്കൂ, അത് നിർബന്ധമാ. അയാൾ അവിടെ ഇരിക്കുന്ന നിർബന്ധം പിടിച്ചോ? ഇനി അയാൾ രാജു തന്നെയാണോ? രണ്ട്. ആ എത്ര? 2. ബില്ല്. എന്താ സൈമൺ, ഞാൻ കാശ് തരണം. വേണോ?
എന്ത് വേണം? പണയോ ഡിപ്പോസിറ്റോ? പണയാണെങ്കിൽ ഞാൻ മാനേജരെ കാണും. കൃഷ്ണേട്ടാ, അയ്യോ പ്രേതം പ്രേതം എന്റെ പ്രേതം ഉറുപ്പ് സാറേ ഉറുപ്പ് സാറേ സാറേ സാറ് വാ സാറേ വാ സാറേ സാറേ കൊണ്ട് ഇരിക്കണേ സാറേ എന്താ കുറിപ്പേട്ടാ, എന്നെ മനസ്സിലായില്ലേ? തമ്പിച്ചായൻ കോഴിക്കോട് പോയിരിക്കാണല്ലേ? എപ്പോ വരും? ഓയോ ഹലോ. കുറുപ്പ് സാറേ, കുറുപ്പ് സാറേ ഇവിടെ. കുറുപ്പ് സാറേ, പമ്പടച്ചിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. കൊച്ചുമുതലാളി വന്നിരുന്നു. പെട്രോൾ അടിച്ചതിന് ശേഷമാണ് ഞാൻ കണ്ടത്. കാശ് ചോദിച്ചപ്പോ ഞാൻ കാശ് തരുന്നു സൈമാന്ന് ചോദിച്ചു. എനിക്കൊന്നും പറയാൻ സാധിച്ചില്ല. കാലിക്കറ്റിലേക്ക് വിളിച്ചു നോക്കി, ലൈൻ കിട്ടുന്നില്ല. ഞാൻ പോവാ. ആ, തമ്പിച്ചായൻ എവിടെന്നെങ്കിലും വിളിക്കുവാണെങ്കിൽ ഞാൻ വന്ന വിവരം പറയണം. താനെന്താടോ ഇവിടെ? അപ്പൊ പമ്പിലാരാ? ഞാൻ പോവാണ് സാർ. നവൻ ചെല്ലു.